എന്തിനാ കൃഷ്ണ കരഞ്ഞത്? ട്രീസ് വരുന്നുണ്ട്, പോകാൻ റെഡിയാക്കി. എന്നാ ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ, ഒത്തിരി അങ്ങ് ഇതാവണ്ട. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്കായിട്ട് കൊണ്ടുവിടാൻ എനിക്കൊരു സ്ഥലവുമില്ല. എല്ലാറ്റിനും നന്ദിയുണ്ട്. ജീവിതത്തിൽ മുഴുവനായിട്ട് ആർക്കും ജയിക്കാനാവില്ല. മറ്റുള്ളവരുടെ ഉപദേശിക്കുന്ന വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കും. നീ തമ്മിൽ കാണാണ്ടിരിക്കട്ടെ എന്ന് എനിക്ക് ഈ ഒരു ആയുസ് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലുതെന്തോ കിട്ടിയതാണ് ഇന്നലെ ഇന്നും. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു ആയുസ് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലുതെന്തോ കിട്ടിയതാണ് ഇന്നലെ ഇന്നും. ഓ, നന്ദിയൊക്കെ പറഞ്ഞേച്ചങ്ങ് പോവല്ലയോ? കൊള്ളാം. അല്ലേലും ഇങ്ങനെ അങ്ങനെ കള്ളം പറഞ്ഞ് ന്യായം നിർത്തി ഇവിടുന്ന് മുങ്ങാവുന്നൊന്നും വിചാരിക്കണ്ട. നിന്റെ കയ്യിലുള്ളതെല്ലാം ഊറ്റിയെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ. ഞാൻ എന്താ വേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തവരെ. ഒന്നുമില്ലേ? നീ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ വാങ്ങിത്തന്നത് ഇതൊക്കെ കുറെ സങ്കടവും പരിപ്പും അല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് പറയാനേ പറ്റൂ. എന്നെ പോലെ അത് മനസ്സിലാക്കി വേറെ ആരും ഉണ്ടോയെന്ന് സംശയമാണ്. നിനക്കറിയാൻ മേലാത്തോണ്ടാ അത് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുന്നുണ്ട് എനിക്ക്. നന്ദിയിടാന്ന് വിചാരിക്കണ്ട, എനിക്ക് പോണം. നീ പറ്റില്ലാത്തോണ്ട്. വിടുകയല്ല, നിന്റെ ഞാൻ അങ്ങനെ വിടുകയല്ല. എന്താ കേൾക്കത്തില്ലേ? ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. എന്നെ ഇവിടുന്ന് പോകാൻ ഇറങ്ങി എന്നൊക്കെ പറയണമെന്ന് പഠിച്ചു വെച്ചേക്കുമായിരുന്നോ? നിന്നെ സേഫ് ആക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ സേഫ് ആക്കും. അത് ട്രീസയല്ല, അവളുടെ അപ്പം വർക്കി വന്നാലും എനിക്കൊരു പുല്ലുമില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്തൊക്കെയാ പറയണേ. ഇത്തിരി മുന്നേ അല്ലേ എൻ്റെ അടുത്ത്. എനിക്ക് ആരെയും വിശ്വാസമില്ല. ഒന്ന് മാറും കേട്ടോ, എനിക്ക് പോണം. എന്നെ ഒന്ന് വീട്ടുവോ? പൊക്കോ. അവിടെ നിന്നെ. കൃഷ്ണ, എങ്ങോട്ടാ? ഞാൻ പറയണമെന്ന് കേൾക്കോ? നിനക്ക് വലിയ ദോഷം. ഞാനിപ്പോൾ പോണത് തന്നെ നല്ലത്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത്രയൊക്കെ ചെയ്തില്ലേ? കുറെ നേരമായി. എന്നാ ചെയ്തെന്നോ? കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. 2 നേരം തീറ്റ വാങ്ങി തന്നതോ, അത് കൊടുക്കാൻ തുണി വാങ്ങി തന്നതോ? നീ പിന്നെ തുണിയില്ല എന്നൊക്കെ കൂടി അത് നീ എനിക്കത് വലിയ കാര്യമാണ്. എനിക്ക് വലിയ കാര്യം തന്നെയാ. എനിക്കാരും പറ്റിക്കാനും കള പറയാൻ അറിയില്ല. ചെയ്യണത് പ്രവർത്തിക്കണം നിങ്ങൾ തന്നെയാ. എന്നെ ഒരു വിട്ടിയെ പോലെ വേഷം കെട്ടിക്കുകയാണോ? ഞാൻ പൊട്ടിയാണോ തോന്നുന്ന കണ്ടിട്ട്? എനിക്കൊരു കോപ്പും കേൾക്കണ്ട. ഇനി നീ ആ കാര്യം വാങ്ങാനും മിണ്ടിയ ഡാനിയെ നീ ശരിക്കും കണ്ടിട്ടില്ല. ഐസ്ക്രീം വേണോ? വാടി, കുറെ നേരമായി കൊതി അടക്കി പിടിച്ച് നിൽക്കുന്നു. നിന്നെ വിളിച്ചോണ്ട് തിന്നാന്ന് വിചാരിച്ചിട്ട്. വാ. എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്താ ഉദ്ദേശിക്കണേന്ന്? ഞാനിപ്പോ ഉദ്ദേശിച്ചതോ പറയട്ടെ? ആരാടി ഫ്രീസറിനകത്ത് ഐസ് ഉരുട്ടി വെച്ചേക്കുന്നേ? അത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ അങ്ങനെ അത് ഐസ് കണ്ടപ്പോ കൊതിയായിട്ടാ. ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളല്ലോ. അപ്പോ ഞാനിങ്ങനെ നടന്നപ്പോ ഫ്രിഡ്ജ് കണ്ടപ്പോ. നീ ഇങ്ങോട്ട് വന്നേടി കൊച്ചേ. ആ കണ്ണുനീരൊക്കെ അങ്ങോട്ട് തുടച്ചേ. എന്നെ ഒരു കൊച്ചാണോ? എന്നാലും മോളെ ആ ചെറ്റ തളയനെ എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയോണ്ടല്ലോ. ഇച്ചിരിയുള്ള കൊച്ചിനെ പിടിച്ച് കെട്ടിച്ചേക്കുക. എനിക്കപ്പോഴേ അറിയാമായിരുന്നു നിന്നെ കണ്ടപ്പോഴേ ഏതാണ്ട് 10-20 വയസ്സേ ഉള്ളെന്ന്. പൊക്കോ ഇല്ല, വണ്ണോ ഇല്ല. എന്നാലും കെട്ടിയതിൻ്റെ അന്ന് രാത്രി തന്നെ ഓടിയത് സമ്മതിച്ച്. അപാര ധൈര്യമാണ്.
ഇത്ര പെട്ടെന്ന് നിങ്ങൾ സംസാരിച്ച് വിഷയമൊക്കെ മാറ്റിമറിച്ചത്? ആര്? ഞാനോ? എപ്പോ? വേണ്ടെങ്കിൽ വേണ്ട. കഷ്ടപ്പെട്ട് ഞാൻ കടയിൽ കയറി ഐസ്ക്രീം വാങ്ങിച്ച് ചുമ്മിക്കൊണ്ട് ഇവിടം വരെ വന്നേച്ചേ. നോക്കണേ, മറ്റുള്ളവരുടെ പഴിയും കൂടെ കേൾക്കണം. എൻ്റെ ചുമൽ എന്നേലും വില നീ തരുന്നുണ്ടോടി? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടി ഞാൻ ഈ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച്? എന്നത്തിനായിരുന്നു? എനിക്ക് എന്നത്തിൻ്റെ കേടായിരുന്നു. എനിക്ക് വേണ്ടി, എനിക്ക് തിന്നാൻ. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നീങ്ങി വെച്ചു, ഞാൻ പോയി തിന്നേച്ച് വരാവേ. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ബട്ടർ സ്കോച്ച് പിസ്ത, പിന്നെ വേറെയും കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു, ചിലർക്കൊക്കെ വേണ്ടി. എനിക്ക് വേണ്ടിയാണോ? ഞാൻ കരയണമൊന്നുമില്ല. കൃഷ്ണ, നിന്നേക്കാ കള്ളനും. കൃഷ്ണ, കള്ളൻ, പെരുങ്കൊള്ളൻ. നോക്കൂ നോക്കൂ, ഏറാണ്ടിട്ട് നോക്കൂ. ആർക്ക് വേണ്ടിയായിരുന്നു? എന്നത്തിനായിരുന്നു? കഴിക്കാം. ഇങ്ങനെ കാട്ടേണ്ട ആവശ്യം എന്താ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഐസ്ക്രീം വാങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഓ അങ്ങനെ, അവിടെ ഐസ്ക്രീമാ വലുത് അല്ലയോ? അപ്പം നമ്മുടെ വിഷമത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ലേ? എന്താ ഇങ്ങനെ പറയണേ? പിന്നെ ഇങ്ങനൊക്കെ വാ, നമുക്ക് കഴിക്കാം. വാ. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഇനി എന്നതാ? എന്നോട് വെറുതെ പറഞ്ഞല്ലേ ചേച്ചി വരുമെന്ന്? എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, അവള് വരും, ഉള്ളതാ. പെട്ടെന്ന് വരുവാന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാനൊന്ന് പതറി. എന്നാ ചെയ്യണമെന്നൊരു പിടുത്തമില്ലാതായിപ്പോയി. പിന്നെ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് വെറുതെയാ. നിസ്സഹായത മുതലെടുത്ത് നിന്ന് ചിരിക്കല്ലേ? പിന്നെ ഞാനങ്ങ് ചുമ്മാ പറഞ്ഞല്ലോ. നീ എന്നെ ചെയ്തു പോലും, നീട്ടി ഡയലോഗൊക്കെ പറഞ്ഞു എന്ന് ആ മനുഷ്യന്റെ ചെവി അടിച്ചു പോയേനായിരുന്നു. സത്യം പറഞ്ഞ എന്റെ പൊന്നൊടി വെച്ച് നിന്നെ ഐസ്ക്രീം തിന്നാൻ വിളിക്കാൻ വന്നതാ. പിന്നെ ട്രീസ പറഞ്ഞാൽ ഞാൻ ചുമ്മാ അങ്ങ് എടുത്തിട്ടതാ. എനിക്ക് എന്നെ അറിയത്തില്ലയോ? നിന്നോടൊരു കാര്യം പറഞ്ഞത് ചെയ്യാൻ എന്നെ എനിക്ക് അറിയത്തില്ലയോ? നീ പറ. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക? എന്റെ അടുത്ത് പറഞ്ഞ രീതി ഇങ്ങനെയല്ലോ. നിർത്തിക്കേ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും നേരം പോകണമെന്ന് പറഞ്ഞ് നിന്ന ആള് ഐസ്ക്രീം എന്ന് കേട്ടപ്പോ എന്നെ വിഷയം മാറ്റിയേ, അത് പറ. ഞാനൊരു കാര്യം പറയാം. എടി കൊച്ചേ, ഇങ്ങോട്ട് നോക്കി. എന്റെ മോന്തയിലോട്ട് നോക്കാൻ. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ട്രീസ പെട്ടെന്ന് വിളിച്ചിട്ട് വരുവാന്ന് പറഞ്ഞ്. എനിക്കപ്പം എന്നാ ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നു. അവളോട് പറഞ്ഞാലൊന്നും ഏക്കുകയല്ല എൻ്റെ കൊച്ചെ. അവളുടെ തലയിലൊന്നും കീറുകയില്ല. ചെറിയ എന്നാണ്ട് വിഷയമാണോ നിന്നെ കയറ്റി താമസിപ്പിച്ചേക്കുന്നേ? നിനക്കറിയാല്ലാത്തതുകൊണ്ട് അതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തൊന്നും. എബിയോട് പോലും പറയാത്തതിൻ്റെ കാരണം അതാന്നേ. എൻ്റെ പപ്പയെങ്ങാനും പറഞ്ഞ് നമ്മളെ രണ്ടിനെ ഇതിനകത്തിട്ട് കത്തിക്കും. തമാശയ്ക്കാന്ന് പറഞ്ഞത് വെറുതെ അടി വെച്ചേ. നിനക്കത് വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. പോകാൻ റെഡിയാകാൻ. പെട്ടെന്ന് വിളിച്ചിട്ട് ട്രീസ വരുവാന്ന് പറഞ്ഞ് ഞാൻ എന്നാ ചെയ്യാനടി കൊച്ചെ? നിന്നെ കൊണ്ട് എവിടെ വിടാൻ? സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അത് ഡാനിക്കും അറിയാം. പക്ഷെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളയാനല്ലല്ലോടി ഞാൻ നിനക്ക് വാക്ക് തന്നത്. അവൾ പെട്ടെന്ന് വരുവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നാ ചെയ്യണ്ടേന്ന് ഒരെത്തും പിടിയില്ലാതെ ബ്ലാങ്ക് ആയിപ്പോയി. അതായത് ഒരുമാതിരി ഇരുട്ട് കയറിയ പോലെ ആയിപ്പോയെന്ന്. എന്നതായാലും വരുമ്പോഴല്ലേ അതപ്പം നോക്കാം. വാ ഇങ്ങോട്ട്. എല്ലാറ്റിനും ഒരു മുൻകരുതൽ വേണം. നീ ഇതുപോലെ ആവർത്തിക്കില്ല എന്ന് ആര് കണ്ടു? കൃഷ്ണ പെട്ടെന്ന് വന്ന് പറഞ്ഞു. ഹൃദയം തകർന്നു പോയി. എടി പെണ്ണെ, മതിയടി പരാതി പറഞ്ഞത്. വാ. ട്രീസ മാം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, മീഡിയാസ്. സോ പ്ലീസ്. But I can't. I have to go right now. മാം, ഞങ്ങളുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കൂ. മാം ഞങ്ങൾക്ക് വാക്ക് തന്നതാണ്. മാമിന് എന്താ ആവശ്യം? കൂടുതൽ സൗകര്യങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരാം. ആൻഡ് മണി പറഞ്ഞതിൽ നിന്ന് ഡബിൾ ആയാൽ? മാം, ഓൾറെഡി ഞങ്ങൾ നോട്ടീസ് ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കൗട്ട് ആയാൽ അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. സോ പ്ലീസ്.
മറ്റൊരാളെ മാറ്റി പ്രസന്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. ഡോക്ടർ വർഗീസ് സാറും ഞങ്ങളും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മകളാകുമ്പോൾ ഞങ്ങളുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും ഒരുപാട് സാധ്യതകളാണുള്ളത്. ഡോക്ടർ പറഞ്ഞതുപോലെ എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ ഓർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിക്കട്ടെ. മാം, ഞങ്ങൾക്കൊരു ഉറപ്പാണ് വേണ്ടത്. പറഞ്ഞില്ലേ, എന്ത് വേണമെങ്കിലും. ഓക്കെ, എത്രയാ തരാൻ ഉദ്ദേശിക്കുന്നത്? മാം ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. ഹലോ. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു. ആ, എന്നാ ഏടാ? ഇല്ലടാ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ കോട്ടയത്ത് അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉം. ഹും. ഞാൻ ഊഹിച്ചത് തന്നെയാ. ശരിയടാ, ഞാൻ വിളിക്കാം. എടാ, നീ കാര്യം പറ. അല്ല, എവിടാ എന്നെ ക്ലബിലോട്ട് കാണാത്തേ? കാര്യമൊക്കെ ഞാൻ സൗകര്യം പോലെ നേരിട്ട് കാണുമ്പോൾ അങ്ങ് പറയാം. ഓക്കെടാ. 14 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കാണാതയച്ച് 48 മണിക്കൂർ കഴിഞ്ഞ, എന്നിട്ടും ഒരു മിസ്സിംഗ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആർക്കും പരാതിയുമില്ല, പരിഭവവും ഇല്ല. അതിനർത്ഥം അവൾ ചത്താലും ആർക്കും ഒരു ചുക്കും ഇല്ലാന്ന്. പക്ഷെ അവിടെ ഉണ്ടല്ലോ ഒരു പിടുത്തം. 50 ലക്ഷത്തിൻ്റെ കണക്കെന്നാ. മോഹവില കൊടുത്തു അവളെ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ അവൻ്റെ ഉദ്ദേശം ശരിയല്ല. മോനെ, നീ അവളെ തൊട്ടെന്നാ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാറിച്ചേറ്റ. കർത്താവ്, എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. അതിനെ നീ എൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടേ. കയ്യിൽ നിന്ന് തട്ടിക്കളയല്ലേ. എന്നതേലും വഴിയൊന്ന് തുറന്നിട്ടാ. അതിനിടയ്ക്ക് ട്രീസും കൂടെ കെട്ടിയെടുത്ത പാവം ഒത്തിരി അങ്ങ് അനുഭവിച്ചിട്ട് ഇവിടം വരെ എത്തിയേ. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ അതിൻ്റെ ജീവിതം കണ്ടിട്ട്. എല്ലാം കൂടെ വീട്ടിലോട്ട് അങ്ങ് പറഞ്ഞാലോ? വേണ്ട, ഒട്ടും ശരിയാവുകയില്ല എൻ്റെ കർത്താവേ. മനുഷ്യന്മാർക്ക് ആകെയുള്ളൊരു ജീവിതമാണ്. അതിൻ്റെ ജീവിതം മുഴുവൻ ഇപ്പം എൻ്റെ മുന്നിൽ വന്നേച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഞാൻ ശ്രമിച്ച എന്നതേലും ഒരു വഴി തുറന്നു കിട്ടും കർത്താവേ. കൃഷ്ണ, ജീവിതം എവിടെ ആരംഭിക്കാനുള്ള മോഹം കൊണ്ടല്ല ചിന്തു വന്ന ഇരുട്ടിലേക്ക് ഓടിയിറങ്ങിയത്. അയാളുടെ കാഴ്ചവട്ടിൽ അവസാനിക്കാതിരിക്കാനാ. കരക്കടിയണ പോലെ വന്നിടിഞ്ഞത് ഒരു സുരക്ഷിതായ കൈകളിലാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഒക്കെ തുറന്നു പറഞ്ഞത്. എന്നാ എനിക്ക് മനസ്സിലാവണില്ലേ, ഒക്കത്തിന് ആ ചേച്ചിയുടെ നിയോഗം ഇതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും എല്ലാം കേട്ടിട്ടും എൻ്റെ ഒപ്പം കരഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കിയിട്ടും കൂടെ നിൽക്കാന്ന് പറഞ്ഞു. ഇതിന് കഴിഞ്ഞപ്പോൾ എന്നോട് പോവാൻ പറയണോ? അതേ ആളെ നിമിഷം കുളി വീടില്ല എന്ന് പറയണോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൃഷ്ണ. ഇത്തിരി ഒരു നേരിയെ വിളിച്ച് എനിക്കും ഇവിടെ പകർന്നു കിട്ടിയ പോലെ തോന്നി. കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഒന്ന് ഉറങ്ങാൻ ഒരു സുരക്ഷിതായ സ്ഥലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതാ ഞാൻ പോവാൻ മടിച്ച്. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല. ആ, അത് ശരിയാ. മനസ്സിലാക്കാനേ ഇച്ചിരി പാടാ. അത് പരിങ്ങണ്ട. കേട്ടേ ഞാൻ നീ എന്നെ ഓന്താക്കിയല്ലോടി. ക്ഷമിച്ചേക്കുന്ന. ഓന്തോ? ആ, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് ഞാൻ നിൽക്കുന്ന നിപ്പിൽ നിറം മാറുന്ന ടൈപ്പാണെന്ന്. ഞാൻ അങ്ങനെയല്ല, സത്യല്ലേ? ആയിക്കോട്ടെ, ഞാൻ അങ്ങ് സമ്മതിച്ച് തന്നേക്കുന്നു. അതെ, നീ എൻ്റെ സ്ഥാനത്തൊന്ന് നിൽക്കണം. അപ്പം നിനക്ക് മനസ്സിലാവും എൻ്റെ അവസ്ഥ. അത് പോട്ടെ, വിട്. എന്നതാടി പെങ്കൊച്ചെ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അത് ചേച്ചി എപ്പോഴാ വരണേ? ഏത് ചേച്ചി? കല്യാണം കഴിക്കാൻ പോണ ചേച്ചി. പിന്നെ വണ്ടി ഇടിച്ച് ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ, എനിക്കറിയാൻ മേല. എന്താ അറിയാൻ പാടില്ലാത്ത? അറിയില്ലേ? എന്നെ അങ്ങ് ഭയങ്കര നിർബന്ധമാണ് അറിയണമെന്ന്. ഒരു ഇച്ചിരി സമാധാനം കിട്ടുന്നതാന്ന് കിടുത്തായിരിക്കാൻ നോക്ക്. വരുമ്പോഴല്ലേ അപ്പം നോക്കാം. എനിക്കറിയാം എന്നെ വേണമെന്ന്. നീ വാ കൊച്ചേ, വാടി, നമുക്ക് ചുമ്മാ അങ്ങ് നടക്കാം. കണ്ടില്ലേ സ്വഭാവം കാണുന്നത്? ഇങ്ങനെ സാധിക്കുന്നു ഞാൻ ഇതന്നെയാ പറഞ്ഞേ. ഈ മോന്ത അങ്ങനെ വെച്ചോണ്ടാന്നേല് എൻ്റെ കൂടെ വരണ്ട. എനിക്കാ ചിരിയാ കാണണ്ടേ. എന്ന് വെച്ചേച്ച് എൻ്റെ അടുത്ത് അങ്ങനെ അഭിനയിച്ചെങ്ങനെ നിന്ന. കാല് വയ്യാതിരുന്നപ്പോൾ ഒന്നും ചോദിക്കണ്ടായിരുന്നു. പൊക്കിയെടുത്തോണ്ടങ്ങ് പോയേച്ചാൽ മതിയായിരുന്നു.
ഇതിപ്പോൾ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണം. ഞാൻ വരാം. ഹ, പിന്നല്ല, അതല്ലേ എൻ്റെ കൊച്ച്. വാ. ഇത് കണ്ടിട്ട് എന്നാ വഴക്കം തോന്നുന്നു നിനക്ക്? എനിക്കറിയില്ല. എനിക്ക് പോലും അറിയത്തില്ല, പിന്നെ നിനക്ക് എങ്ങനെ അറിയാനാ? എനിക്ക് തോന്നുന്നതേ ഒരു 100 കൊല്ലത്തെയൊക്കെ പഴക്കം കാണുമായിരിക്കും. സംഭവം ഇത് പാലമറ്റത്തെ വെല്ലുകാരനുടെ വകയിലെ, ഇനി ഇത് പാലക്കലെ വെല്ലുകാരനുടെ വക. എന്നാ ചെയ്യാനാ, പാലക്കലെ വെല്ലുകാരനാണ് അസ്ഥികൂടമായിപ്പോയി. ആന്നടി, പുള്ളി 6 അടിച്ചു പോയി. സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്കറിയില്ല. കന്നന്തിരി വല്ലായിരുന്നോ? ചെയ്ത പ്രവർത്തികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കാനാ ചാൻസ്. എന്നാ ഉശിരായിരുന്നു അറിയാവൂടി. വെല്ലുമച്ചി എപ്പോഴും പറയുവേ എനിക്കതാ കിട്ടിയെന്ന്. വല്യപ്പൻ്റെ തനി പകർപ്പ്. അതെൻ്റെ അമ്മച്ചി കുടുംബമാണേ. അപ്പൻ്റെ കുടുംബമുണ്ട്. അപ്പൻ്റെ അപ്പൻ എങ്ങനെയാന്ന് വെച്ചാൽ നിക്കടി ഒരു മിനിറ്റ്. പറ. ഡാനി, നാളെ നേഴ്സ് വരും. അപ്പൊ നീയോ? എനിക്ക് വരാൻ പറ്റുകയില്ല. അതന്നെ ഇപ്പോ അവര് വിടുകയില്ല. വേറെ കൊടുക്കണമെന്ന്. റിസ്ക് എടുക്കണ്ട, കഴിഞ്ഞിട്ട് വന്നാൽ മതി സ്വസ്ഥമായിട്ട്. നാളെ നേഴ്സ് വരുമല്ലോ, നോക്കാം. ഓക്കെ, വിളിക്കാം. എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. നീ ചെല്ല്. ശരി ഡാനി, ഐ ട്രസ്റ്റ് യു. എന്നാ പറ്റി? എല്ലാം കണ്ടറിഞ്ഞേച്ചൊരു കൊച്ചിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് വാക്ക് കൊടുത്തതല്ലയോ. ട്രീസ വന്ന് ഒന്നും നടക്കുകയില്ല ഇപ്പം. എന്ത് പറ്റി? ട്രീസയാ വരുന്നില്ല എന്ന്. സത്യമാണോ? എന്താ കാര്യം? അവർക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റുകയില്ലെന്ന്. ഓഹോ. അപ്പം നമുക്ക് ബാക്കി കഥ പറയാം. ബാ. ഞാൻ പറഞ്ഞിട്ടില്ലേടി, എൻ്റെ കുഞ്ഞിൻ്റെ കഴിവിലോ അവളുടെ ജീവിതത്തിലോ കർത്താവ് നിറം കുറച്ചിട്ടില്ലെന്ന്. എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി. നീ എന്നതാടി പെങ്ങളെ ഇങ്ങനെ? അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ കരച്ചില എൻ്റെ ഇച്ചായി മമ്മി. അതങ്ങനാണല്ലോ വേണ്ടത്. ഏതെങ്കിലും ഒരെണ്ണം കാണുമല്ലോ പാരമ്പര്യം. സോണി എന്താ പറഞ്ഞത് ഇച്ചായി? നാളെ കഴിഞ്ഞ് തിരിക്കുമെന്ന്. ആദ്യം വരട്ടെ, നാളെയും കൂടെ അവിടെ നിൽക്കണമെന്നാ പറഞ്ഞേ. കൊച്ചിനെ കാണാൻ അങ്ങ് കൊതിയാവുന്നു. അപ്പ അവളുടെ കൂടില്ലേ? എന്നെ വർത്താനമാണോ കൊച്ചെ നീ പറയുന്നേ? പിന്നെ കാണാതിരിക്കൂ? അപ്പ ഇടവും വരെ വിടലെന്നറിയാം. അപ്പയ്ക്ക് സന്തോഷം കൊണ്ടൊന്നും വരാതിരുന്നാ മതി. പോടാ കൊച്ചെ, അങ്ങനൊന്നും പറയരുത്. ഞാനൊന്ന് വിളിക്കട്ടെ. ആ സന്തോഷം ശബ്ദത്തിലൂടെ എനിക്ക് കേൾക്കണം. എങ്കിൽ വിളിക്കും അമ്മേ, എന്തിനാ വൈകിക്കുന്നേ? എന്നെ തണുപ്പാണോ കോപ്പ്? നിങ്ങളല്ലയോ പറഞ്ഞ തണുപ്പില്ലെന്ന്. ദേഹം എല്ലാം കൂടെ കയറിയൊന്ന് ഐസാവുവാണല്ലോ. മുടിഞ്ഞൊരു തണുപ്പ്. ഇങ്ങനെ പിടിച്ച് ഇതിനകത്തോട് നോക്കണം. ഇച്ചിരി അതിനകത്തോട്ട് കിടന്നു നോക്ക്, അപ്പൊ അറിയാ സുഖം. എൻ്റെ ബാബുച്ചായ ഉള്ള മീനെല്ലാം കൂടെ വന്നെൻ്റെ. സോപ്പ് വേണ്ടായോ? സോപ്പ് കോപ്പ്. നിങ്ങൾ പോയി ഇച്ചിരി തീ കൊട്ടിക്ക്, ഞാനങ്ങ് വന്നേക്കാം. തണുക്കുന്നേ. ശരി കുഞ്ഞേ. ഇക്കലിടാതെ മീനെ, എൻ്റെ പൊന്നും മിക്കവാറും എല്ലാം കൂടെ പിടിച്ചെന്നെ. വേണ്ട വേണ്ട, എനിക്ക് മതിയായി കൂടി പണ്ടാരം. മമ്മി, ഞാനിപ്പോൾ വിളിക്കാം. ശരി. എന്നാ നേരത്തെ വെച്ചേ? അത് ഞാനൊന്ന് കുളിക്കാൻ ഇറങ്ങിയത് എൻ്റെ മമ്മി. എന്നിട്ട് കുളിച്ചു? എവിടുന്ന്? മീനുകളെല്ലാം കൂടെ എൻ്റെ ഉമ്മം വെച്ച് കളിക്കുക. എന്നാ തണുപ്പെന്നറിയോ മമ്മി? മഴയുടെയാന്നേ. കുഞ്ചാ, ഒത്തിരി അങ്ങോട്ട് തണുപ്പ് കൊള്ളണ്ടേ? ഇല്ലെന്നേ, ബാബുചാൻ എന്നെ പറ്റിച്ചതാ. പാവം.
ബാബുച്ചാനെ അവിടുത്തെ കാലാവസ്ഥ ഒന്നും വെക്കുകയല്ല, നിനക്ക് അങ്ങനല്ല. ഓ ഒന്ന് വീടെൻ്റെ അമ്മച്ചിയെ, ഞാനൊന്ന് കുളിച്ചു പോയി. ആ, നീ കുരുമുളകൊക്കെ നോക്കിയോ? ഓ നോക്കി, കുറേയൊക്കെ അങ്ങ് പോയി മമ്മി. ഇത്രയും മഴ പെയ്യുമ്പോൾ പിന്നെ എങ്ങനാ? ഷോ, ബാബുവിനോട് 10-15 പേരെ കൂടെ കൂട്ടാൻ പപ്പ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ അത് കേൾക്കാതിരിക്കുവോ? കൂട്ടിയായിരുന്നു, അവരും കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒത്ത്. പിന്നെ പറഞ്ഞതീന്ന് ഞാൻ ഇച്ചിരി കൂട്ടി കൊടുത്തിട്ടുണ്ടേ മമ്മി. മഴയത്ത് കിടന്ന് പറിച്ചതല്ലയോ, കഷ്ടമുണ്ട്. അതെന്നായാലും നന്നായിടാ കൊഞ്ച. എൻ്റെ കൊച്ച അതൊക്കെ നോക്കിയും കണ്ടും ചെയ്തെന്ന് അറിയാലോ. മുളക് തൂക്കി വന്നിട്ട് നീ. ആ നഷ്ടവാ. ചാച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ എനിക്ക് നാളെ ആ കപ്പയ്ക്കകത്തോണ്ട് റബ്ബറിനകത്തോട്ടും പോയച്ച് വേണം തിരിക്കാനായിട്ട്. ഇനി തന്നെ സാറായി. എന്നതാടാ കൊച്ചു നീ കഴിച്ചേ? ആഹാ, ഇക്കുവിനെ കണ്ടില്ലെന്ന് വിചാരിച്ചതേ ഉള്ളൂ. സ്പീക്കറിലിട്ടേക്ക് വരുന്നോ? ആ ആയിരുന്നു. എന്നാ അക്കു ഇക്കും കേട്ടോ. നല്ല വിളഞ്ഞ ചേമ്പ് വേവിച്ചപ്പോ ഉണ്ടല്ലോ എൻ്റെ മമ്മി, പൊടിഞ്ഞങ്ങ് പോരുവാ. എന്നെ വർത്താനമാടോ കൊച്ചനെ, നീ എന്നാത്തിനിപ്പോ അത് പറഞ്ഞേ? ആ നാളെ കൊണ്ടുവരാനേ 2-3 മൂടി ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. കൊണ്ടുവരാ എൻ്റെ ആലീസേ. കൊല്ലയില് കാന്താരി ഉണ്ടേ പറിച്ചോണ്ട് പോരെ. ഉള്ളതെല്ലാം ഞാൻ പറിച്ചമ്മച്ചി. നീ ആ ബാബുജാനോടും ചോദിച്ചാ മതി. ഇതുപോലൊരു മടിച്ച്. ദേ മമ്മി, കാന്താരിയുടെ പേര് പറഞ്ഞ മടിച്ചനാക്കല്ലേ. രാവിലെ ആ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ എവിടാ നിൽക്കുന്നേ നോക്ക്. ആഹാ, എൻ്റെ കുഞ്ഞെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. ബാബുജാനോട് പറഞ്ഞേച്ചേ വയറ് നിറച്ചിനെല്ലാം കഴിക്ക് കേട്ടോ. ആ ശരി മമ്മി, ഞാൻ വെക്കുവാന്നേ, രാത്രി വിളിക്കാം. ആ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണേ. പിന്നല്ലാതെ. ശരി എന്നാ. എൻ്റെ കർത്താവെ, പാമ്പും ചേമ്പും ഒക്കെ ഉള്ള സ്ഥലമാ. ആ കൊച്ചനാണെ അങ്ങനെ ഒരു ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. അതെന്നേലും ഒന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഓടി അങ്ങ് നടക്കുക. ഒരുത്തൻ എന്തിയ സാറായി? വിളിച്ചോ? ഫോൺ എടുത്തോ? അവൻ കുറഞ്ഞു കയറി വരാനായിരിക്കും. രണ്ടിൻ്റെ ഒരു പോക്ക്. നീ എന്നെ സാറേ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്നാന്ന് പറയാനാ? ഓ, പറച്ചിലൊക്കെ അങ്ങ് നിർത്തി. ഇച്ചിരി വെള്ളം ഇള്ള കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. ഒരു കഴിവുകേട് ഇല്ലാതാ കർത്താവ് ഇങ്ങോട്ട് തന്നെ. 3 എണ്ണത്തിന്. 2 എണ്ണം വയറ്റിൽ കിടന്ന് പോയേച്ച് എനിക്കൊരു ദണ്ണം ഉണ്ടായിട്ടില്ല. കർത്താവായിട്ട് തന്നത് കർത്താവായിട്ട് എടുത്തെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം നിന്റെ വയറ്റിൽ എബി ഉണ്ടായിരുന്നെന്നോ. അത് കഴിഞ്ഞ ചൊറണ ഇങ്ങോട്ട് വന്നല്ലോ. വളരുമ്പോഴേലും ഇച്ചിരി സ്വസ്ഥത തരുമെന്നാ വിചാരിച്ച്. അവനവന്റെ തോന്നിയ പോലെ നടക്കുന്നേ. ആ ട്രീസ കൊച്ചൊന്ന് വിളിക്കട്ടെ, അവൾ അറിയാതിരിക്കുകയല്ലോ. എൻ്റെ കൊച്ച് എവിടെയുണ്ടെന്ന് അവളോട് വിളിച്ച് ചോദിച്ചേച്ച് വേണ്ട, എനിക്കറിയാം. എന്നതാ ആലീസേ, ആ കൊച്ചിപ്പിടെ വന്ന് കയറാനുള്ളതാ കേട്ടോ. ഒന്ന് പോ സാറായി. ഇത് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അടിയാകും. ഞാൻ പോയി കുളിക്കട്ടെ. ചായ ചായ. എടി കൊച്ചേ, ഡീ ഷേടാ, ഈ കൊച്ചിതെന്തിയേ? ബാത്റൂമിലാന്നോ? ഡീ എടി കൊച്ചേ, ഷേടാ കർത്താവ്, ഇവിടെ നീ ഇറങ്ങിപ്പോയോ? എൻ്റെ യേശുവേ, എവിടെ പോയി കിടക്കുവോ? എങ്ങോട്ടാ പോയവള്? എടി, എൻ്റെ കർത്താവേ. ഓ, വാതിലൊക്കെ തുറന്നു പോയല്ലേ. എവിടം വരെ പോകും നീ? കണ്ടോ ഓടുന്നത്? കിടന്നോ? ഞാനങ്ങ് ഇല്ലാതായി പോയി. കൈ എന്തിനാ ഹൃദയം ഇങ്ങനെ ഇരിക്കണേ? എന്ത് പറ്റി? വല്ലാണ്ട് പേടിച്ചു പോയുണ്ടല്ലോ. നിനക്ക് എന്നോടത് പറഞ്ഞിട്ടിറങ്ങാൻ മേലായിരുന്നു. എന്താ കാര്യം? കാര്യമോ? നിന്റെ അമ്മൂമ്മ പെറ്റ് എന്താ? കിണ്ടി വെളിയിലോട്ട് എങ്ങനെ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ടിറങ്ങ. ഞാൻ ഓടിപ്പോയെന്ന് വിചാരിച്ചോ? ഞാൻ അവളോട് സംസാരിക്കായിരുന്നു. കുറെ നേരമായപ്പോ പുറത്തൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതാ ഇങ്ങോട്ട് ഇറങ്ങിയേ. ഞാടെ ഉണ്ടല്ലോ.
എങ്ങടേക്കും പോവില്ല പറയാണ്ട്. ഇതേ നോയിക്കേ, ഒച്ചയ്ക്ക് വിളിച്ച കാരണം അവൾ ഇരുന്ന് പറന്ന് അങ്ങോട്ട് പോയി. ഞങ്ങൾ സംസാരിക്കായിരുന്നു. എന്നിട്ട് അവളെന്നാ പറഞ്ഞേ? എന്ത് പറയാനാ? അയ്യോ, നിന്നോടെ പറയത്തുള്ളല്ലോ, വേറെ ആരോട് പറയാനാ? കളിയാക്കൊന്നും വേണ്ട. ഞാൻ കളിയാക്കിയിട്ടൊന്നും അല്ല. വാ, ചായ കുടിക്കാം. ചായ ഉണ്ടാക്കിയോ? ചായ ഉണ്ടാക്കി, വാ. എന്തൊരു കഷ്ടാ കൃഷ്ണ. ഒരു കഷ്ടവും ഇല്ല കൃഷ്ണ. മതി, ഞാൻ കളിയാക്കാണ്ടിരിക്കൂ. അതിനെന്നത്തിന് ഇങ്ങനെ കിടന്ന് കിണുങ്ങുന്നേ? ഞാൻ കിണുങ്ങിയതൊന്നും അല്ല. നിന്നെ ആന്നല്ലോ അവര് പിടിച്ച് കെട്ടിച്ചേ നോക്കുമ്പോഴാ. പിന്നെ അതിടയ്ക്കിടയ്ക്ക് പറയണ്ട, എനിക്കിഷ്ടമല്ല. എൻ്റെ സമ്മതം ഇല്ലാണ്ട ഒക്കെ വീണ്ടും വീണ്ടും അത് പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഉത്തരവ് പോലെ. ശരി ശരി, ഇനി ഞാൻ പറയല പോരെ. നീ കുഞ്ഞി കൊച്ചല്ലയോ? തമ്പ്രാട്ടി ഇനിയെല്ലാം ഒന്ന് എഴുന്നള്ളൂ ചായ കുടിക്കാൻ. തമ്പ്രാട്ടിക്ക് ഈ ഉള്ളവൻ അവിടെ പാലൊഴിച്ചൊരു പാനീയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. വരുവാന്നേല് അതെടുത്ത് വിഴുങ്ങായിരുന്നു. പാലൊഴിച്ചൊരു പാനിയോ? പിന്നില്ലേ, ഞാൻ തമ്പ്രാട്ടിയൊന്നും അല്ല കേട്ടോ. ഓ, അത് ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞല്ലേ, അല്ലെങ്കിലും കാണുന്നവർക്കറിയാം. കൊണ്ട് ചുമ്മാതാടി, നല്ല രസം നിന്റെ വർത്താനോ നിന്റെ ശൈലി. ശരിക്കും ഒരു തമ്പ്രാട്ടി കൊച്ചാണെന്ന് തോന്നിപ്പോവും. നമ്മൾ ഈ മലയാളം പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുള്ള അതുപോലത്തെ ശൈലിയിലുള്ള വർത്താനമൊക്കെ കേൾക്കുമ്പോഴേ എനിക്കങ്ങനെ തോന്നും. എന്റെ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ആണെന്നേ. എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഇതേപോലെയുള്ള സംസാരമൊക്കെ ഞാനും സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണെന്നറിയോ, മറന്നുപോയി. കുറെ ഉണ്ടല്ലോ അങ്ങനെ. ഉണ്ടായിരിക്കും. ഇങ്ങനെ നിർത്താണ്ട് സംസാരിക്കണേ. ഞാൻ സാധാരണ പോലെ അല്ലയോ സംസാരിക്കുന്നേ? ഇച്ചിരി വർത്താന പ്രിയനാ, അതെനിക്കറിയാം. പിന്നെ എല്ലാവരുടെ അടുത്തും ഒന്നും ഇല്ലടി, നമുക്കൊരു ഇത് വേണമല്ലോ. എന്താ വേണ്ടേ? ഒരിത്, അത് തന്നെ. കൃഷ്ണ, എന്താ രസം. എന്നതാടി, എന്നതാ നീ കിടന്ന് കിണിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാവേ രസമാണെന്ന്. ചായ തണുത്തങ്ങാനും വെള്ളമായ നിന്നെ ഞാൻ ശരിയാക്കും, നോക്കൂ. അയ്യോ, വാ. അകത്ത് കിടക്കുന്ന രോഗിയെ പുറത്തേക്ക് മാറ്റിക്കൊള്ളൂ. പപ്പ സീനാന്നോ? അറിയാമേ, യക്ഷിമാർ രണ്ട് ഹാളിൽ തന്നെ കാണും. പപ്പ തൽക്കാലം കത്തനാരാവ്. എങ്ങനെയല്ലേ യക്ഷികളെ തളയ്ക്ക്. ഓക്കെ. ഒരു കണക്കിന് നീ പറഞ്ഞത് നേരം. വല്ലവന്മാരും നേരം പോക്കിന് വേണ്ടി എന്റെ വടിയും തൊട്ടിയും കട്ടോണ്ട് പോയാലോ? അതുകൊള്ളാം, ആനയ്ക്ക് മാത്രമേ ഉള്ള സമ്മാനം, ഞങ്ങൾക്കില്ലേ? അവളെന്തേ പപ്പായി? കുഞ്ഞിനൊരു വയറുവേദന. കാലയിലാന്നോ തലയിലാന്നോ ചാച്ചേ? അല്ല, വയറുവേദന. ആലിസേ, എന്നെ പറ്റിയതാണല്ലോ ചോദിച്ചേ, എന്ത് ചെയ്യുന്നല്ലയോ ചോദിച്ചേ? കൊച്ചു കാറിലുണ്ട്, അവക്ക് തീരെ അങ്ങ് വയ്യ. പപ്പായി ഒത്തിരി അങ്ങോട്ട് കയറി സേഫ് ആക്കാൻ നോക്കല്ലേ. നീയൊക്കെ എന്നെ വർത്താനോടി പറയുന്നേ? അതെ, എന്റെ കൊച്ചിന്റെ കൂടെ ഞാനാ നിക്കണ്ടേ. താറായിയെ, എനിക്ക് എന്റെ കൊച്ചിന് പോയി ചായട്ടുണ്ട് വന്നേ. ആലീസേ, എന്റെ കുഞ്ഞിനെ കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കിക്കേ. ഇന്ന് എന്റെ കുഞ്ഞു ചൂടുവെള്ളത്തിലേ കുളിക്കുന്നുള്ളൂ. എന്റെ പൊന്നിക്ക് കയറി വന്നേ. ഇങ്ങോട്ട് വാ. അവളുമാരുടെയൊക്കെ ഒരു ഭരണം. എന്നെ നോക്കുന്നേ? ഇതുപോലൊരു അധിക പ്രസംഗം പിടിച്ചൊരു സാധനം. മൊത്തം കുത്തിയ കോമ്പളം മുളക്കിയല്ലോ. ഡാനി വന്നോടി? ഇല്ല ചാച്ചേ. വിളിച്ചോ? ഇല്ല. എന്നാ സാറായി? എന്നോടൊന്നും ചോദിക്കണ്ട. അവൻ ഫാം ഹൗസിൽ തന്നെ ഉണ്ടോ? എനിക്കറിയാൻ മേല. അവന്റെ തള്ളയോടല്ലാതെ പിന്നെ വേറെ ആരോടോ ചോദിക്കണ്ടേ? ഇനി എന്റെ നെഞ്ചത്തോട്ട് കുതിര കയറ്. എനിക്കറിയാലേ ചായ. ചായ ഇട്ടുണ്ട് വാ. അച്ചാച്ചേ, ആ കൊച്ചിനെ വിളിച്ചായിരുന്നു. ആരെ? ട്രീസ കുഞ്ഞിനെ. എന്നിട്ട് കൊച്ചെന്നാ പറഞ്ഞേ? അവനെ വിളിച്ചായിരുന്നോ? ഇല്ല, അവക്കറിയാലോന്ന്. അവള് കണ്ടിട്ട് തന്നെ 2 ദിവസമൊക്കെ ആയിരുന്നു. വിളിച്ചിട്ടും ഇല്ലെന്നാ പറഞ്ഞേ. വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്ക് അവന്റെ ഈ പോക്ക് ശരിയല്ലാന്ന്. അവൻ എന്നത്തിനാ വന്ന ഡീൽ ക്യാൻസൽ ചെയ്തെന്ന് എനിക്കറിയില്ല. നാളെ മുംബൈയിൽ നിന്ന് കോള് വരട്ടെ, അപ്പം മാറ് സാറായി എന്റെ സ്വഭാവം. അവനോടൊന്ന് പറഞ്ഞേരെ, അവൻ കാരണം അന്നും മുടങ്ങി നികത്തിയില്ലേ, എന്റെ വിധം മാറും.
അവൻ എന്നാ പറഞ്ഞാ ഇവിടുന്ന് ഇറങ്ങിയേ? ഈ അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ എബ്രഹാമിന്റെ കുടുംബത്ത് പറ്റുകയല്ല. ആ എന്നാത്തിനാ ആലീസ് അവൻ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഈ അപ്പൻ്റെ സ്വഭാവം അവൻ അറിയാവുന്നതല്ലയോ? ആ കൊച്ചു ആകെ വിഷമിച്ചങ്ങിരിക്കുവോ. അവൻ വിളിക്കുന്നു പറയുന്നൊന്നും ഇല്ലാന്ന്. എൻ്റെ കൊച്ചിൻ്റെ കാര്യം പറയുന്നതിനിടയ്ക്ക് നീ എന്നത്തിനാ സാറായി അവളുടെ കാര്യം എടുത്തിരുന്നേ? നീ നാളെ കോളേജിൽ പോകുന്നുണ്ടോ? പോണം. മര്യാദയ്ക്ക് പിള്ളേർക്കൊന്നും ക്ലാസ് എടുക്കാൻ പോലും പറ്റുകയല്ലെന്നേ. കൊച്ചിങ്ങി വിളിച്ചോളൂ സാറായി. അവൻ എന്നേലും കാണും. ഒന്നുമില്ലാതെങ്ങ് അവനൊന്നും ചെയ്യുകയല്ല. 2 ദിവസമായില്ലേ ആലീസേ? കാണാൻ അങ്ങ് കൊതിയാകുമോ? കൊച്ചി ഇത് ആദ്യമായിട്ട് പോകുന്ന പോലാണല്ലോ നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ. 2-3 മാസമൊക്കെ ബിസിനസിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അവൻ ഒരു ദിവസമേലും വിളിക്കാതിരുന്നിട്ടുണ്ടോ ചേട്ടത്തി? ഒരു ദിവസമേലും എന്നെ തിരക്കാന്നേലും 2-3 തവണ വീട്ടിലോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിച്ചിട്ടൊട്ട് എടുക്കുന്നുമില്ല. ഉള്ളിലൊരാന്തല. ഇനി വല്ല വയ്യാഴികയാന്നല്ലോ. കുഞ്ചാനോടൊന്ന് പോയി തിരക്കാൻ പറ. അവൻ അതിന് നാളെ വരത്തുള്ളൂ. ആലീസ് നീ ബെന്നി ഒന്ന് വിളിച്ചേ. അവനോട് എബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആലീസ് വിളിക്കട്ടെ. സാറായി ഈ ചായ കൊണ്ട് എബ്രഹാം കുഞ്ഞിന് കൊടുക്ക്. ഞാനിവിടെ ഇരിക്കട്ടെ? ആ നീ ഇരിക്കടി കൊച്ചേ. ഇരിക്കാനല്ലോ ഇത്രയും വലിയ സോഫ ഇവിടെ കിടക്കുന്നേ. ഇതാ എൻ്റെ കുഞ്ഞുമമ്മി. തള്ളി തള്ളി ആ ചാനൽ ഇങ്ങനെ വലുതാക്കി എടുത്തത് എൻ്റെ മമ്മിയാണ്. കണ്ടോ, ഇതാ തള്ളി തള്ളി ആ തുരങ്കം വരെ തുറപ്പിക്കും. എന്തിനാ അമ്മേനെ ഇങ്ങനെ പറയണേ? അപ്പൊ ടിവിയിലൊക്കെ കാണൂലേ? ആ കാണും കാണും. എന്ത് വലിയ ആളാ എൻ്റെ അടുത്തിരിക്കണേ. എന്നോട് മാത്രം ഇങ്ങനെ മിണ്ടാറുള്ള. ഇതാ അവരുടെ ചാനല്. അറിയില്ലല്ലോ. കണ്ടോ? ഡി അപ്പോ അമ്മയോ? അമ്മയോ? അതെന്നതാ? അല്ല, ചേട്ടന്റെ. എനിക്ക് എന്നാണ്ട് പോലെ ഉണ്ട്. നീ പറ്റുവന്നല്ലേ എന്നെ ഇച്ചായനങ്ങ് വിളിച്ചാൽ മതി. അല്ലെ വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട. ഇത് ഒരുമാതിരി. അല്ലെ പേരെല്ലാം വിളിക്കേ, ഡാനി, അത് മതി. ചേട്ടാന്നൊന്നും വിളിച്ചേക്കല്ലേ. മൂത്ത ആളെ ചേട്ടാന്ന് വിളിക്കണേ. ആഹാ, ഡാനി ചേട്ടൻ. പോച്ചെഴുന്നേറ്റ്. അവളുടെ ഡാനിച്ചേട്ട്. അങ്ങനെ ഇപ്പോ പിന്നെ ഞാൻ എന്താ വിളിക്കുക? എനിക്കാണെച്ചാ പറഞ്ഞ പോലെ വിളിച്ച ശീലമില്ലാത്തോണ്ട. ഓഹോ, എനിക്കാണെച്ചാ പറഞ്ഞ പോലെ ചേട്ടാന്നൊന്നും കേട്ട് ശീലമില്ലാത്തോണ്ടാ. വീണ്ടും എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കണം. നിന്നെ കളിയാക്കാൻ നല്ല രസമുണ്ട്. എങ്ങനെ രസം കൂടുന്നുണ്ട്. എന്നാ മനസ്സിലെന്നെ പ്രാഗുവാണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എങ്ങാനും ഇനി എന്നെ ചേട്ടാന്ന് വിളിച്ച് ഞാൻ നിന്നെ ചേച്ചിന്ന് വിളിക്കും. ഉള്ളത്. അയ്യോ, എനിക്ക് 24 വയസ്സേ ഉള്ളൂ. ആണോ? എന്നാലും ഞാൻ വിളിക്കും. ഇനി എങ്ങാനും എന്നെ ചേട്ടാന്ന് വിളിച്ചാല മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പാടില്ലേ? ഇതൊരു സാധനമോ? നീ എന്നത്തിനടി കൊച്ചേ അതിന് മാത്രം ബുദ്ധിമുട്ടുന്നേ? ഇഷ്ടമുണ്ടേ വിളിക്ക്, എനിക്ക് മേലെ. പിന്നെ നാളെ രാവിലെ എണ്ണീക്കുവാന്നേലേ നല്ല തണുപ്പായിരിക്കും. ഒന്ന് തോട്ടത്തിൽ കൂടെ നടന്നേച്ച് വരാം. എന്നാ സുഖമാണെന്നറിയാം ഓടി കൊച്ചേ. ഈ പൊതച്ച് മൂടിക്കിടന്ന് ഇതൊക്കെ വില അറിയാവും. മഞ്ഞ് മൂടിക്കിടന്നേച്ച് അതിനകത്തോടൊരു നടത്തം. ആണോ? നീ ഇനി കഥകങ്ങാനും കുറ്റിയിടുവോ? ഇന്നലെ ഇന്നൊന്നും ഞാൻ കഥ കുറ്റിയിട്ടിട്ടില്ലല്ലോ. കുറ്റിയിട്ടിട്ടില്ല, ഇനി കുറ്റിയിടാലോ. കാലൊക്കെ നേരെ ആയല്ലോ. എന്നെ കളിയാക്കണേ. സോറി, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഞാൻ പോണു. അയ്യേ, ഇത്രയുള്ളോ? ഞാൻ പോണില്ല.
ശരിക്കും ഞാൻ ചിരിച്ചതാണ്. എൻ്റെ പിതാവേ നന്ദി. അതിൻ്റെ മനസ്സ് തുറന്നുള്ളൊരു ചിരി കണ്ടല്ലോ. അതിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ കണ്ണെന്ന് അറിയിച്ച് കളഞ്ഞേക്കല്ലേ. ആ അപ്പം എങ്ങനെയാ, കാലത്ത് എണ്ണീക്കുമല്ലയോ? ഞാൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഉറക്കുകയില്ല, ഉള്ളതാ. നാഗവലിയെ പോലെ തോറക്കഥവ എന്ന് പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ എങ്ങാനും എണ്ണീറ്റില്ലെങ്കിൽ ഇവിടെ തന്നെ ആലോചിക്കുന്നു. അതില്ലേ തോറക്കഥവ് എന്നല്ല, കഥവ് തുറ എന്നാ. ഓ അങ്ങനെ. ആഹാ, ആര് പറഞ്ഞു തുറക്കഥവെന്നാ? അല്ല, ഞാൻ കണ്ടുണ്ട്. കഥവ് തുറന്നാ. കൊള്ളാം. ഓ പിന്നെ ആര് പറഞ്ഞു? ഞാൻ പറയണു, കഥവ് തുറന്നാ. ഞാൻ കൊറേ കണ്ടിട്ടുണ്ട്. ഞാനും കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ. നീക്കറിയാം അതങ്ങനെ അല്ലയാന്ന്. അതങ്ങനെ അല്ല. ഓഹോ, അത്രയ്ക്ക് അങ്ങ് വാശിയായോ? നോക്കി യൂട്യൂബിൽ നോക്കാവേ. നിക്ക്. അത് വീഡിയോ ഒക്കെ കാണുന്നല്ലേ, അതിലറിയാൻ പറ്റുമല്ലോ. അപ്പൊ വെക്ക. മണിച്ചിത്രത്താഴ്. എനിക്കറിയാം, ശങ്കരൻ തമ്പിയാണെന്ന് കട്ടിയിട്ട് നാഗവല്ലി പറയണത്. ദ്രോഹി, കഥവ് തുറ അങ്ങനെയാ പറയണേ. എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ രക്ഷയില്ലല്ലോ. നിക്ക് നോക്കട്ടെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തന്നെയാണെന്ന്. എനിക്കപ്പോഴേ അറിയായിരുന്നു, ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എനിക്കതൊക്കെ അറിയാം, ഞാനൊന്നും മാറ്റി പറഞ്ഞതാ. അയ്യടാ, തോറ്റപ്പോ വേണ്ട കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കള്ളത്തരം. കൊള്ളണം. അത്ര പെട്ടെന്നൊക്കെ ഡാനിയെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് ആർക്കും പിടി കൊടുക്കുന്നവനല്ല ഡാനി. അത് വിട്. ഞാൻ തന്നെയാ ജയിച്ചേ. ശരി, നീ ജയിച്ചത് എനിക്കിഷ്ടവാ. ഞാൻ ജയിച്ചപ്പോ പറയണ അടവ്. മണിച്ചിത്രത്താഴ് കണ്ണതിനൊന്നും ഒരു കണക്കില്ല. ഡേ കൃഷ്ണ, എന്തോരം പേടിച്ചിരിക്കണമെന്നറിയോ? എനിക്ക് എപ്പോ കണ്ടാലും പേടിയായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടം അത്. കാണാണ്ടിരിക്കുകയില്ല, ഞാൻ കണ്ടിട്ട് രാത്രി കിടന്ന് പേടിക്കുകയും ചെയ്യും. എന്റെ കാര്യം. നിനക്ക് ശരിക്കും പേടിയുണ്ടോടി? അത്രയ്ക്ക് പേടിയൊന്നുമില്ല, എന്നാലും ഉണ്ട്. അതന്നെ അങ്ങനെ രണ്ട് വെള്ളത്തി. എന്താന്ന് വെച്ചാ എന്റെ കണ്ണിൽ അങ്ങനൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതല് ഞാൻ ചെല്ലൂരിലത്താ വളർന്നത്. അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല. അച്ഛൻ്റെ വീട് എവിടെയാണെന്ന് കൂടി അറിയില്ല. മാമനൊട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, കാടൊക്കെ വെട്ടി തെളിക്കുമ്പോൾ അവിടെ ഒരു കാവുണ്ടായിരുന്നു. കാവെന്ന് വെച്ചാൽ മുകളിലേക്ക് ഇങ്ങനെ കിടക്കുക. അതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരിക? നിറയെ പാറകള്, കാടാ. പിന്നെ പാറകൾക്കിടയിലൂടെ വേരുകൾ വളർന്ന് വലുതായിട്ട് നിൽക്കുക. ഉള്ളിൽ വലിയൊരു മരം ഉണ്ട് കേട്ടോ, ആലോ മറ്റോ. ഉള്ളിലേക്ക് ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ, പോകാൻ പാടില്ല അത്രേ. സർപ്പങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ കുറേ താഴെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം കൂടെ ഒഴുകി അടിയണ സ്ഥലം. വലിയ വെള്ളമൊന്നുമില്ല, കുറച്ച്. അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. വെച്ചാരാധനയൊക്കെ ഉള്ളതാ. ഒരു ദിവസം ബിജിച്ചേട്ടൻ, ഞങ്ങളുടെ നാട്ടിലെ ചെണ്ടയൊക്കെ കൊട്ടുന്ന ആളാട്ടോ, ബിജിച്ചേട്ടൻ ഇങ്ങനെ രാത്രിയിൽ ഒരു 12-1 മണിയൊക്കെ ആയിണ്ടാവും. ദൂരേന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ ആരോ നിന്ന് കുളിക്കുന്ന പോലെ തോന്നി. അടുത്തേക്ക് വന്നപ്പോൾ 3 പേര്. ആരെ നേരത്തെ കുളിക്കണേന്ന് കരുതി ഇങ്ങനെ നോക്കിപ്പോണ്ടല്ലോ. മുടിയൊക്കെ നീട്ടി മുട്ടോളമുണ്ടത്രേ. കുളിക്കാൻ നേരം കച്ച കെട്ടണ പോലെ കെട്ടി 3 ആള് നീരാടായിരുന്നു. ബിജിച്ചേട്ടനെ കണ്ടിട്ട് വിറച്ചു പേടിച്ചു കാറിക്കൊണ്ടോടി. പാവം 10 ദിവസം വഞ്ചു കിടന്ന്. യക്ഷികളത്രേ, കണ്ടിരുന്ന കൊന്നാളെയും. എന്നറിയോ, വശീകരിക്കും,
എന്നിട്ട് കൊണ്ടായി രക്തം ഊറ്റി കുടിക്കും. ഓരോരുത്തർ പറയണം കേട്ടോ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ഒന്നും കാണണല്ലേ കാവക്കെ, ഞാൻ കണ്ടിട്ടില്ല യക്ഷികളെയൊന്നും. ഈ പറയണൊക്കെ കേട്ടിട്ട് ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് കേട്ടോ. കേൾക്കണില്ലേ ഞാൻ പറയണത്? ആ ആ യക്ഷികള്, നീ യക്ഷിയുടെ കാര്യം രക്തം വശീകരിച്ച് അല്ലേ? അത് മാത്രമേ കേട്ടുള്ളൂ. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാം, ഞാൻ പറയണതൊന്നും കേട്ടില്ല. ആ ഡീ, ഞാൻ കേട്ടു. നീ പറഞ്ഞതൊക്കെ കേട്ടു. ഞാൻ പോണു ഉറങ്ങാൻ. ആഹാ, എനിക്ക് ഉറക്കം വരുന്നില്ല. വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ പോട്ടെ. ഒരുപാട് ആലോചിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ ചേച്ചി വിളിക്കണ്ടേ, ഞാൻ ശല്യപ്പെടുത്തണില്ല. ഈ ശല്യവാടി ഡാനിക്ക് ഇഷ്ടം. നീ അങ്ങോട്ട് ഇരിക്കാൻ നോക്ക്. ചേച്ചിയൊക്കെ നമുക്ക് സമയം പോലെ അങ്ങ് വിളിക്കാം. നിനക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ടോ? ശരിക്കും? എവിടുന്ന്? കണ്ണീന്ന്. ആ, കണ്ണീന്നാണോ ഉറക്കം വരുന്നേ? ഇല്ല പിന്നെ ഞാൻ പോണു. ഞാൻ പോണില്ല, അവിടെ അങ്ങ് ഇരിക്ക്. ഞാൻ പറയണതൊന്നും കേൾക്കണില്ലല്ലോ, പിന്നെന്താ? അമ്പടിക്കേ നീ സണ്ണിക്കുട്ടി, നീളെ കൊള്ളാല്ല. ആര് പറഞ്ഞു ഞാൻ കേൾക്കുന്നില്ല എന്ന്? നീ ഇന്ന് നേരം വെളുക്കുന്നവരെ ഇരുന്ന് പറഞ്ഞാലും ഞാൻ ഇരുന്ന് കേൾക്കും. അത്രയും ക്യൂട്ട. ആനടി കൊച്ചേ, നല്ല രസമായി ഇങ്ങനെ കേട്ടിരിക്കാൻ. യക്ഷിക്കഥയോ? ഓ, നിന്റെ വർത്താനം കേൾക്കാൻ രസമുണ്ടെന്നാ. നീ കളിയാക്കുക അല്ലേ? അല്ലടി കൊച്ചേ. ആണ്. അല്ലാണ്ട് പിന്നെ യക്ഷികഥ കേൾക്കാൻ ആർക്കും എത്ര രസം? പേടിയല്ലേ തോന്നണ്ടേ? ആ, നീ പറയുമ്പോ ഇച്ചിരി രസം കൂടുതലാ. നല്ല രസമാ. ഇത് നല്ല തമാശയായി. കുറെ ആയില്ല ഇങ്ങനെ പറയണു. കൊറേ പ്രാവശ്യമോ? എപ്പോ? ആ കണ്ട ഒറ്റ തവണയല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ ഡാനി ചേട്ടനോട് മിണ്ടില്ല ചേട്ടാ. ശരി ചൈത്ര ചേച്ചി. എന്റെ കൃഷ്ണ, എനിക്ക് ദേഷ്യം വരുന്നു. ചൈത്ര ചേച്ചി, ചേച്ചിക്ക് വെള്ളം വേണോ? കോഫി, ചായ, അങ്ങനെ എന്തെങ്കിലും? എന്റെ കർത്താവേ, ചേച്ചിക്കൊന്നും വരുത്തല്ലേ. ചേട്ടൻ നിന്റെ ഉണ്ടല്ലോടി. ചേട്ടൻ നിന്റെ അമ്മായിയപ്പൻ. തോറ്റു പോണ ചേട്ടന്മാർക്കൊക്കെ ഉള്ളതായത്. ഈ ചേട്ടന്മാർക്കെന്ന് പറയാൻ എത്രമാരെ നിനക്കറിയാം? എനിക്കാരെ അറിയില്ല. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ട്. ഞാൻ ആരോടും മിണ്ടാറില്ല. ഞാൻ ആദ്യമായിട്ടാ ഇത്ര അടുത്ത ഒരാളോട് മിണ്ടണേ. കൊള്ളാം, അതൊക്കെ മതി. എല്ലാരും എന്നെ പോലെ അല്ലല്ലോ. അല്ല, നീ പ്രേതകഥ പറഞ്ഞു കഴിഞ്ഞായിരുന്നു? ഞാൻ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇനി ഞാൻ പറയാം. പറ. ആ, നീ പറഞ്ഞ പോലെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ വെല്ലുമ്മച്ചിക്ക് വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോഴേ എനിക്കും വിശ്വാസമായി. ഓ, എന്താ അത്? ആ സംഗതി കുറച്ച് പഴയതാ. പാലക്കല്ല പീലിപ്പോസും റാഹേലും കൂടെ പ്രേമിക്കുന്ന കാലം. ഈ റാഹേലിന് ഇച്ചിരി മധുരചാട്ടമൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു പാതിരാത്രി മതില് ചാട്ടത്തിൻ്റെ ഇടയിലാണ് അത് സംഭവിച്ചത്. കാര്യം വീട്ടുകാരൊക്കെ ഉറപ്പിച്ചു വെച്ചതാന്നേലും രണ്ടിനും കാണാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നു. നേരത്തെ ഈ വീടുകളൊന്നും ഇല്ലല്ലോടി. അക്കാലത്ത് പഴയ കാലഘട്ടമല്ലേ. ചുറ്റും റബ്ബർ തോട്ടം. പേരിന് അവിടെ ഇവിടെ ഒന്ന് രണ്ട് വീടൊക്കെ, അത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ആകെ ബുള്ളറ്റ് ഉണ്ടായിരുന്ന എൻ്റെ അപ്പച്ചിക്ക് മാത്രമായിരുന്നു. എന്നാ പറയുന്നേ, സമയം ഒരു 10, 11, 12:30, 1 മണി അങ്ങനൊക്കെ ആയിക്കാണും. കവിതക്കൊക്കെ അങ്ങോട്ട് കിടന്ന് ചർക്കം വരുന്നില്ലായിരുന്നു. അന്ന് അപ്പച്ചിയുടെ വീട്ടിൽ അപ്പച്ചിയുടെ അമ്മച്ചിയും പെങ്ങന്മാരും എല്ലാം കൂടെ ബന്ധുക്കളുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. കിട്ടിയത് അക്കവല്ലയോ, രണ്ടും വിടുവോ? അപ്പച്ചി അങ്ങോട്ട് പോയിട്ട് വെല്ലുമിച്ചിയുടെ വീട്ടിൽ നിന്ന് വെല്ലുമിച്ചി നൈസായിട്ട് അങ്ങോട്ട് പൊക്കി. പക്ഷെ പ്രശ്നം അവിടെ ഇല്ലായിരുന്നു. അപ്പച്ചിയുടെ വീടിന് തൊട്ട് മുന്നുള്ള കുടുംബക്കാർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഈ തൊട്ടടുത്തുള്ള കുടുംബം എന്ന് പറയുന്ന അപ്പച്ചിയുടെ പെങ്ങന്മാരുടെ അനിയന്മാരുടെ അങ്ങനെ വീടായിരുന്നു. കണ്ട പറയണ്ടല്ലോ, തീർന്നു. താൽക്കാലികമായിട്ടേ അപ്പച്ചി ഒരു സൊല്യൂഷനും കണ്ടെത്തി. കുറച്ചപ്പുറത്ത്, അത് ഇങ്ങ് താഴെയായിട്ട് അപ്പച്ചിയുടെ ആൻറ്റിയുടെ വീടുണ്ടായിരുന്നേ. അത്യാവശ്യം വലിയ വീടാണ്. അവിടെ എല്ലാവരും നല്ല ഉറക്കം. ബുള്ളറ്റ് കുറച്ച് താഴെ അങ്ങ് നിർത്തിയേച്ച് അപ്പച്ചി വെല്ലുമ്മച്ചീനെ തൽക്കാലം അവിടുത്തെ ടെറസിലോട്ട് കയറുന്ന സ്റ്റെപ്പിലൊക്കെ കൊണ്ടിരുത്തി. ആ വീടും റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഒത്ത നടുക്ക. പ്രേമത്തിൻ്റെ ഓരോരോ റിസ്കേ. പ്രേമിക്കുവാണെ ഇച്ചിരി റിസ്ക്കൊക്കെ എടുത്ത് തന്നെ പ്രേമിക്കണം, അല്ലേ ഒടി കൊച്ചേ? അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്. അവരുടെയൊക്കെ ആയിരുന്നൊരു കാലം. അല്ലാതെ ഈ ഫോണും വിളിച്ച് മെസ്സേജ് അയച്ച്. അത് സത്യം കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഫോണില്ല. കിട്ടിയാൽ കാണാം, അതിൽ നിന്ന് ഇറങ്ങുകയല്ല. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ.
വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെ വെക്കാൻ പറ്റും. ഓ ആയിക്കോട്ടെ. ബാക്കി പറയൂ. എവിടെ നിർത്തിയേ? അങ്ങനെ വെല്ലുമ്മച്ചിയെ കൊണ്ടുപോയി സ്റ്റെപ്പിലെത്തിയേച്ച് അവിടെ എല്ലാവരും ഉറങ്ങി കേട്ടോ. കാമുകനപ്പച്ചി വീട്ടിൽ പോയി. വെല്ലുമ്മച്ചി അപ്പാതിരാത്രിയിൽ റാഹിലെ എടുത്തിട്ട് ധൈര്യം സമ്മതിക്കണം കേട്ടോ. എവിടുന്ന് പ്രേമം തള്ളക്കി പിടിച്ചിരിക്കുമല്ലയോ. എന്നാ പേടി. ആ ഇരിപ്പ് അവിടെ അങ്ങനെ ഇരുന്ന് സമയം എന്നായിന്നാ 1:30 ചേടത്തി പണങ്ങി ദേഷ്യത്തിലിരിക്കുവാന്നേ. വെല്ലുമ്മച്ചി പറയുന്ന കേൾക്കണം. 1.5 മണിക്കൂർ അവിടെ അങ്ങനെ ഇരുന്ന്. അപ്പച്ചനെ കാണാത്തോണ്ട് നീ ഒന്ന് ഓർത്ത് നോക്കിയേ. ചുറ്റും റബ്ബർ തോട്ട, കൂരിരുട്ട്, ലൈറ്റുള്ള ആകെ ഉള്ളൊരു വീടോ. അവിടെ എല്ലാം കൂടെ കിടന്നുറക്കം. ചേടത്തി ഇങ്ങനൊരു ഇരിപ്പ. എന്താ ചേട്ടത്തിന്ന് വിളിക്കണേ? നീ ഫ്ലോ കളയാതിരി. ഞാൻ ചേടത്തിന്ന് വിളിക്കുന്നത് കുഞ്ഞിലെ മുതൽ അങ്ങ് ശീലിച്ചു പോയതാ. ഞാൻ ആദ്യമായിട്ടൊക്കെ വെല്ലുമ്മച്ചീനെ ചേട്ടത്തിന്ന് വിളിക്കണേ. ഇതൊറ്റ കുത്തു വെച്ചേരുവേ. എൻ്റെ ഫ്ലോ കളയാതെന്നാ. അല്ല നീ ഇങ്ങോട്ട് പറ, ഞാൻ കേട്ടോണ്ടിരിക്കാം. അല്ല പിന്നെ വേണ്ട ഞാൻ പറയണില്ല. വാ കൂട്ട്. കൊച്ചിന് എന്നാ അനുസരണയാ. പെയ്ത് മഴ പെയ്ത് അടിപൊളി വൈബ്. വൈബ് എന്ന് വെച്ചാ അതിപ്പോൾ എങ്ങനെയാ വൈബ്? നമ്മുടെ വിഷയത്തിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷം. എങ്ങനെയൊക്കെ കറക്കി കുത്തി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. എന്നതേലും എനിക്കും പിടികിട്ടുന്നില്ല. എടി പെങ്കൊച്ചേ, നീ ഇവിടുന്ന് പോയാലേ അല്ല വേണ്ട ചോദിക്ക്. ഇതെന്തിനാ പാതി കൊണ്ട് വിഴുങ്ങുന്നേ? പറയാനുള്ളത് മുഴുവിപ്പിക്ക്. അപ്പം ചോദിക്കാം. ഈ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതല്ലല്ലോ നിനക്ക് തോന്നുന്നത്. അപ്പം ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ലാതായി പോയാലോ? കാര്യം അല്ല, ഇന്നോ നാളെയോ നീ ഞാൻ ഇവിടെ നിന്ന് പിരിയും. 1-2 ദിവസം ഉള്ളായിരുന്നേലുവേ. നീ എന്നെ മിസ് ചെയ്തു കൊച്ചേ. മനസ്സിലായില്ല. പോകുമ്പോ പിരിയുമ്പോ ഒന്നുമില്ലടി. ചോദിച്ചോ? ചോദിക്ക്. ഇവള് അതായത് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചത്, കഴിച്ചത്, പിന്നെ വെളിയിൽ പോയിരുന്നത്, വഴക്കുണ്ടാക്കിയത്, അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്നേച്ചേ ഒരു സ്വപ്നം പോലെ പോയത്. ഉള്ളത് പറഞ്ഞാൽ എനിക്കുണ്ട് കേട്ടോ. മിസ് ചെയ്യും. അതെനിക്ക് ട്രീസ വരുവാന്ന് പറഞ്ഞപ്പോഴാണ് തോന്നിയത്. വേറൊന്നും അല്ലടി കൊച്ചേ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എൻജോയ് ചെയ്ത് സന്തോഷിച്ച് എല്ലാം മറന്ന് ഒരു പെങ്കൊച്ചിൻ്റെ കൂടെ ഒരു വീട്ടിൽ അങ്ങനെയൊന്നും ഇതുവരെ എനിക്കറിയാൻ മേല. ഉണ്ടടി കൊച്ചേ എൻ്റെ കുഞ്ഞോള്. അവളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെടുത്തിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അതെന്നെ രസമാണെന്നറിയോ. എൻ്റെ കുഞ്ഞല്ലയോ. അപ്പം അതിനും വേറൊരു രീതിയാണ്. എനിക്കിഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ലിമിറ്റുണ്ടല്ലോ ഡി. നമ്മളെ കേൾക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ. നമ്മൾ അവരുടെ സന്തോഷത്തിന് നിൽക്കുവാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം. ഞാൻ ജനിച്ചപ്പോയില്ലേ എനിക്ക് ഒന്നിനും ഒരു കുറവില്ല എന്നടി കൊച്ചേ. എല്ലാം ഉണ്ട്. പൈസ, കുടുംബം, ജോലി, ഇതൊന്നും ഇല്ലാണ്ട് ആരും ജീവിക്കും. എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം ഒത്തൊരു തുണയായിരുന്നു, ഒരു കൂട്ട്. അവിടെയാണ് ഡാനി തോറ്റുപോയത്. എല്ലാം തന്ന കുടുംബത്തിന് മുന്നിൽ തന്നെ മുട്ടുകുത്തി നിൽക്കുക ഡാനി. നിവർന്ന് നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ നിവർന്ന് നിന്ന എൻ്റെ ശബ്ദം ഉയർന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലടി. അവസാനം ഡാനി ഒറ്റയ്ക്ക്. അത് താങ്ങാൻ പറ്റുകയില്ല. അവനെനിക്കെല്ലാം 2 പോയിട്ട് കിട്ടിയതല്ലേടി എന്നെ. ഞാനും കൂടെ വേദനിപ്പിച്ചാൽ താങ്ങുകയില്ല. മമ്മി വെറുതെ പറയുവേ, മമ്മിക്ക് അതിലൊരു സങ്കടവും ഇല്ലെന്ന്. വെറുതെയാ. നീ ചിലപ്പോൾ വിശ്വസിക്കുകയില്ല. 5-6 വർഷത്തിനിടെ ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിട്ടുണ്ട്. അതിന്നടി ഈ ഒരു ദിവസം മൊത്തം ഉണ്ടെന്ന് ഞാൻ പറയല. നീ ഉണ്ടായിരുന്ന കുറച്ച് മണിക്കൂർ ഉള്ളതാ. ചിലപ്പോൾ നീയോ ആ സാഹചര്യത്തിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. എനിക്കറിയാടി കൊച്ചേ, എൻ്റേത് ആർക്കും കിട്ടാത്തൊരു ബെസ്റ്റ് ഫാമിലിയാണ്. പരസ്പരം അത്രയും ജീവനാണ്, സ്നേഹമാണ്. എൻ്റെ മമ്മി ഇപ്പം എന്നെ എന്തോരം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ. എൻ്റെ കുഞ്ഞോള് ആലീസ് വെച്ച് ടീത്തോമ്മച്ചി, പപ്പ, മനഃപൂർവ്വം വിളിക്കാത്ത. നീ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഞാൻ
ഞാനൊന്ന് ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ആളല്ലേ? എന്തെങ്കിലും വന്നു പോയാൽ അവർ ചോദിക്കില്ലേ? കയ്യോ കാലോ മുറിയാൻ അവർ ചോദിക്കില്ലേ? നീ പറഞ്ഞ പോലെ കയ്യോ കാലം മുറിഞ്ഞ് നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആളുണ്ടടി. പക്ഷേ മനസ്സ് മുറിഞ്ഞത് മാത്രം ആരും അറിഞ്ഞില്ലടി. മകന് നല്ലത് വരട്ടെ എന്നുള്ള ചിന്തയിലേ അപ്പനും അമ്മയും ചിലപ്പോൾ അറിഞ്ഞില്ല നടിക്കുന്നതായിരിക്കും. അല്ലേടി? അറിയുകയില്ല. പിന്നെ നീ ഒന്നും കൂടെ ചോദിച്ചല്ലോ, ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുമോന്ന്. ഇനിയിപ്പം ഞാൻ എന്നതിന് അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് മനസ്സിലാകാനുള്ള ബോധമൊക്കെ നിനക്കുണ്ട്. എല്ലാം വരുന്ന പോലെ വരട്ടെ. എൻ്റെ കൃഷ്ണ, ഈ മഴ പെയ്യണതിന് മുന്നേ ഇതിന് ഈ കാർമേഘ ഇരുണ്ട് മുന്നേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തിനാ അതിങ്ങനെ ഇരുണ്ട് മുന്നേന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അവകാശം ഇല്ലല്ലോ. എല്ലാം നീ സൃഷ്ടിക്കണേ അല്ലേ? തെളിഞ്ഞു നിൽക്കണ ആകാശം ഇരുണ്ട് മുണ്ണ ആർക്കും ഇഷ്ടമില്ല കൃഷ്ണ. ഇത്രയും മഴ ഇരുട്ടും കാർമേഘമൊക്കെ കൂടി നീ തരണ പോരാഞ്ഞിട്ടാണോ ഇവിടെ ഒരാൾ കൂടി ഇരുണ്ടും മൂടി പോണേ? ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ എൻ്റെ കൃഷ്ണ, എന്നോട് പറയണ ആളിപ്പം നീങ്ങി വെക്കൂലോ. നീ ഇനിയിപ്പോൾ ഇത്തിരി വിശ്രമിക്കൂ കേട്ടോ. എനിക്ക് ആളെ കിട്ടിയേ സംസാരിക്കാൻ. നീ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാളാ. നീ സന്തോഷിപ്പിച്ചാളാ, എന്നെ ചിരിപ്പിച്ചാളാ. ഇങ്ങനെ വിഷമിക്കണമെന്നാണ് എനിക്കൊട്ടും ഇഷ്ടമല്ല. നിന്നെ ഞാൻ എങ്ങനെ മിസ് ചെയ്യാതിരിക്കൂടി? എന്തേ ബാക്കി പറയണില്ലേ? വല്ലമിച്ചിട്ട കഥ. ഞാൻ എന്നെ പരിപാടിയല്ലയോ കാണിച്ചേ, ആ ഫ്ലോ അങ്ങ് പോയി. സാരമില്ല, ബാക്കി എന്താണെന്നറിയാനിട്ട് എനിക്കൊരു സമാധാനമില്ല. എന്തോ പോലെയുണ്ട്, പറയോ വേഗം. എന്നാ പറയാം അല്ലയോ? പറയോ. ചേടത്തി, അത് തന്നെ ചേടത്തി. ആ ഇരിപ്പ് അങ്ങനെ ഇരുന്നേച്ച് കക്ഷി ഇങ്ങനെ കുനിഞ്ഞ് പിണങ്ങി ഇരിക്കുവാണ്. അപ്പോൾ അതേ വരുന്ന അപ്പച്ചൻ. ഈ പണ്ടും ഇപ്പോഴും ഉണ്ട്, ഈ വീടിൻ്റെ മുറ്റത്തെ കല്ലും മെറ്റിലൊക്കെ ഇട്ടിരുന്നേ. അപ്പോൾ ആ വീട്ടിലും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന ശബ്ദം കേൾക്കാൻ പറ്റുമേ. വെല്ലുമിച്ച് ഇങ്ങനെ പുറകിലത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുക. അടുക്കള അവിടെ നിന്ന് ബാക്കിലോട്ട് ഈ ഭിത്തിയുടെ മൂലയുണ്ടല്ലോ വെളിയിലത്തെ. അപ്പോൾ ഈ മൂല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമുക്ക് കാണത്തില്ല വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആൾ ഫ്രണ്ടിലോട്ട് വരണം, നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നാലേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു മറ പോലെ ഉണ്ട് ഭിത്തി ഇങ്ങനെ. അപ്പം വെല്ലുമിച്ച് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പൊന്നടി, വെല്ലുമിച്ച് പറയുന്നത് കേൾക്കണം. ഇങ്ങനെ വന്നേച്ച്, റാഹേലേ എടി വാടി കൊച്ചേ പോവാം. നീ എന്നാ ചെയ്യുവാടി കൊച്ചേ, ഇറങ്ങി വാ. അമ്മച്ചി പിണങ്ങിയിരിക്കുമല്ലയോ, വന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചേച്ചേ കുനിഞ്ഞ ഇരിപ്പങ്ങിരുന്ന്. വാശിക്കാരിയാന്നേ. അപ്പം പിന്നെ ഇങ്ങനെ എടി റാഹേൽ കൊച്ചേ വാ ഇങ്ങോട്ട്, വീട്ടിൽ പോകുമ്പോ ഇറങ്ങി വാന്ന് എന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പം അമ്മച്ചി അങ്ങനെ ഇരുന്നേച്ച് ഒരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വിളിയൊന്നുമില്ല. നടന്നു പോകുന്ന ശബ്ദമില്ല, വിളിയില്ല, സൗണ്ടൊന്നുമില്ല. ഭയങ്കര സൈലൻ്റ് നിശബ്ദത. ഈ ശബ്ദം നിന്നോണ്ടേ വെല്ലുമ്മച്ചി പതിയെ തല പൊക്കി നോക്കിയപ്പോൾ എന്നതാ, എനിക്ക് അവിടെ ആരുമില്ല, അങ്ങനെ ഒരാൾ വന്നിട്ടേ ഇല്ല. അപ്പോഴാ വെല്ലുമ്മച്ചി ഓർത്തേ വെല്ലുപ്പച്ചൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ടൊന്നും കേട്ടില്ലെന്ന്. വെല്ലുമ്മച്ചി അവിടെ ഇരുന്നേച്ചേ, ഞാൻ പറയുന്നുണ്ടോന്നും വിചാരിക്കല്ലേ, വെല്ലുമ്മച്ചി പറഞ്ഞ് അങ്ങനെ തന്നെ പറയുക. വെല്ലുമ്മച്ചി അവിടെ ഇരുന്നേച്ച് മുള്ളി പോയിടി. പേടിച്ചു പോയെന്ന്. ഓടി ടെറസിൻ്റെ മുകളിൽ ചെന്ന് ഒരു മൂലയ്ക്ക് പോയി അങ്ങ് ഇരുന്ന് 91 സങ്കീർത്തനം അങ്ങോട്ട് പറയാൻ തുടങ്ങി. പേടിച്ച് വിറച്ച് ഞാനെങ്ങാനും ആയിരുന്നില്ലേ പച്ചത്തന്ന് ചോദിച്ചാൽ മതി. പ്യായ എങ്ങനെ കണ്ണ് തുറന്നായിരുന്നില്ല എന്നാ രൂപം നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം പറയുമ്പോഴേ ചേർത്തിക്കാ വിറയിൽ പോവുമല്ലോ. അനുഭവിച്ചവർക്കെല്ലാം അറിയത്തുള്ളൂ. എല്ലാം കഴിഞ്ഞേച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബുള്ളറ്റ് വരുന്ന ശബ്ദം. വെട്ടോ അടിച്ച് അപ്പച്ചി ദേ വരുന്ന ടെറസിൻ്റെ മണ്ടയിലോട്ട് വന്നപ്പോൾ ചേടത്തി പേടിച്ച് വിറച്ച് അപ്പച്ചിയെ കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു വലിയ വയല്. അയ്യോ കൂടി കേട്ടിട്ട് എനിക്കെല്ലാം പേടിയാവണോ? പിന്നല്ലാതെ ഞാനന്നേ പേടിച്ച് 2 ദിവസം എൻ്റെ ആലിസമ്മയുടെ കൂടെ കിടന്നേ.
എബി ആണല്ലോ ഇവയുടെയും കൂടെ. അയ്യോ, അപ്പൊ ഇവയ്ക്ക് പേടിയില്ലേ? ഓ, അവക്ക് എവിടുന്ന് പേടി? അവള് വ്യായനോട് പറയും, നീ അങ്ങോട്ട് മാറി കിടക്കട വ്യായെന്ന്. അവൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന സ്വഭാവമുണ്ടേ. അങ്ങനെ ഒരു പ്രാവശ്യം അവൾ ഉറക്കത്തിൽ കിടന്ന് പറയുവന്നേ, നീ വരുവാന്നേ, എൻ്റെ ഹോംവർക്കും ചെയ്ത് തീർത്തിട്ടേ പോകാവളെന്ന്. അങ്ങനത്തെ ഐറ്റവാ അത്. അങ്ങനെ രണ്ടുപേരും മതിൽ ചാടി രാത്രി സഞ്ചാരമൊക്കെ കഴിഞ്ഞ് കെട്ടി 5-6 പെറ്റ്. അതിലേറ്റവും ഇളയ 2 ഇരട്ടകളാണ് മാത്യു സാറേ, എൻ്റെ തള്ളയും അവരുടെ തന്തയും. ചിരിക്കുന്നതൊക്കെ കൊള്ളാം. എല്ലാം കൂടെ കേട്ടിച്ച് പേടി അതാ ഇതൊന്നും പറഞ്ഞേക്കില്ല. എനിക്കൊരു പേടിയില്ല. നല്ല കാര്യം. എന്നാ പോയി കിടന്നോ, മതി. മണിക്കൂർ 1 ഇടയ്ക്കെങ്ങാനും വിശക്ക് വന്നേലേ, കുഞ്ഞിന് അപ്പാപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അടുക്കളയിൽ ഇരിപ്പുണ്ട്, എടുത്ത് തിന്നോണം. ഫ്രിഡ്ജിൽ ഐസ്ക്രീമുണ്ട്, വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇനി ഐസ് ഉരുട്ടാൻ മാത്രമേ ഫ്രിഡ്ജ് തുറക്കാറുള്ളൂ. തിന്നാൻ ഇഷ്ടം പോലെയുണ്ട്, എടുത്ത് കഴിച്ചോണം. പിന്നെ നിനക്ക് ഏറ്റവും ആവശ്യം ഫ്രൂട്ട്സ് ആയിരുന്നു. എന്നാ ചെയ്യാനാ, അത് വാങ്ങിക്കാൻ ആ ഐസ്ക്രീം കടയിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരുത്തൻ്റെ വണ്ടി വന്നൊരിടി. അയ്യോ, വണ്ടി ഇടിച്ചോ? അങ്ങനല്ലടി വച്ചേ, ജസ്റ്റ് വണ്ടി ഇങ്ങനെ മുട്ടി. ഞാൻ കാർ എടുക്കാൻ പോകുന്നേ ഉള്ളായിരുന്നു. പിന്നെ അതിനകത്തിരുന്ന ഒരു അങ്കിൾസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവനെ വിട്ടത്. കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓ, അപ്പോഴേ മൂടെല്ലാം പോയി. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങണോ വേണ്ടതെന്നൊരു നാളെ വാങ്ങിക്കാം അല്ലേ? ഒന്നും പറ്റില്ലല്ലോ. ഇല്ലടി, നാളെ നിനക്ക് ഡ്രസ്സ് എടുക്കാം. ഒരുമിച്ച് പോവാം, അത് മതി. അയ്യോ, ഞാൻ നീ ഡാനിയുടെ കൂടെയാ. അല്ല, എങ്ങനെ ഇന്ന് രാവിലെ വല്ല് തേച്ചേ? ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തേച്ചോ? അയ്യേ ഇല്ല, ഞാൻ മറ്റേത് പൊട്ടിച്ചെടുത്തു. ആണോ? എന്നത്തിന് അത്ര കഷ്ടപ്പെട്ടെ? എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അയ്യേ നിൽക്കുന്നില്ല, ഞാനത് അറിയാണ്ട്. സാരമില്ല, ഞാനേ 2 തവണയെ തേച്ചുള്ളായിരുന്നു അതിട്ട്. ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാ. വാങ്ങിച്ചപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം കൂടെ അങ്ങ് വാങ്ങിച്ച്. അതിനാലും ഉപകാരമായി. എന്നാലും എൻ്റെ ബ്രഷ് നീ എന്നത്തിന് അയ്യെന്ന് വെക്കുന്നേ? ഞാനല്ലേ വെക്കേണ്ടത്, എൻ്റെ ബ്രഷ് എടുത്ത് തേച്ചേനെ. എന്നാലും എൻ്റെ ബ്രഷ് കഷ്ടാ കൃഷ്ണ. പക്ഷെ നീ എന്നത്തിനാടി പാവം മൂപ്പരെ ഉപദ്രവിക്കുന്നേ? ഞാനല്ലയോ നിന്റെ മുന്നിൽ നിൽക്കുന്നേ? അയ്യോ പറയണ കേട്ടോ. അയ്യോ, എന്നതാ ഞാൻ പറഞ്ഞേ? എനിക്ക് ദേഷ്യം വരണുണ്ട് കേട്ടോ. ഇങ്ങനെ കളിയാക്കണ്ട. ഇവിടെ കിടന്ന് കൊഞ്ചാതെ. ഞാൻ മാധ്യമങ്ങൾ സംസാരിക്കണ പോലെ ഉണ്ടോ? നാറുന്നുണ്ടടി. കുളിക്കുന്നില്ലേ? ചെറിയുന്നില്ല നിനക്ക്? എത്ര ദിവസമായി കുളിച്ചിട്ട്? നാറുന്നു. കഷ്ടം. നോക്കി നോക്കി എങ്ങനെ ഇങ്ങനെ പറയണേ? ഉള്ളതാണ്. ഇന്നലെ ഛർദിച്ചിട്ട് ആ തുണി എടുത്തോണ്ടല്ലേ നടക്കുന്നേ. ഞാൻ എങ്ങനെയാ കുളിക്കുക? ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കുളിക്കണമെന്ന്. നിർമ്മാണത്തിന് മുന്നേ ഉണർന്ന് കുളിച്ച് വിളക്ക് വെക്കണ ആളാ ഞാൻ. ദീപം വെക്കണതിന് മുന്നേ സന്ധ്യയ്ക്കും കുളിക്കും. അല്ലാണ്ട് ഞാൻ കുളിക്കാണ്ടൊന്നും ഇരിക്കണ ആളല്ല. മൂക്ക് കുത്തിരുന്നിട്ടും കാര്യമില്ലല്ലോ. നാറുന്നേ. ഉച്ചയ്ക്ക് ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞേ? സമ്മതിച്ചില്ലല്ലോ. അത് മാത്രല്ല, ഉടുത്തു മാറാനും ഒന്നുമില്ല. എനിക്ക് ചോദിക്കണനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടേ. എനിക്ക് മേലെ കർത്താവേ, എനിക്കിവിടെ ഇരിക്കാൻ മേലെ. സാരമില്ല, ഇത്തിരി നാറിയാലും ഞാൻ സഹിച്ചോളാം. മൂക്ക് കുത്തിയിരുന്നു ശാന്ത്. നല്ല ദേഷ്യം വരണുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റണേ? എന്റെ കൈ കിട്ടണോണ്ട് ഞാൻ തല്ലൂട്ടോ. എൻ്റെ പെണ്ണെ നാളെ കുളിച്ചാൽ മതി. ഒന്നുകൂടെ കാണിച്ചു തരണോ ബാത്റൂമിലുള്ളതൊക്കെ? വേണ്ടേലും വേണ്ട. എന്നാ ചെല്ല, പോയി കിടക്ക. എനിക്ക് ചെറിയ തലവേദന പോലെ തോന്നുന്നുണ്ട്. ഇത്ര നേരം സംസാരിക്കുകയൊക്കെ ചെയ്തില്ലയോ? അതിൻ്റെ ആയിരിക്കും. നല്ല തലവേദന ഉണ്ടോടി? അങ്ങനല്ല, എന്തോ പോലെ ഒരു ഭാരം പോലെ. ഗുളിക കഴിച്ചതില്ലയോ? പിന്നെന്നാ? എന്നാലും പോയി കിടക്ക്. കിടന്നു കഴിഞ്ഞാൽ ഒന്ന് മാറും. പോട്ടെ. കിടന്നു. ഞാൻ കിടന്നോളാം. ഉറങ്ങിക്കോ. ഒന്നും ആലോചിച്ചിരിക്കണ്ട, ഒക്കെ നേരെയാവും.
എന്നതാ കർത്താവേ ചിരി പോവാത്ത എനിക്കിനെ വട്ടാന്ന്. പപ്പായി ആ വാ അത്താഴം കഴിക്കാം. കുറച്ച് കഴിഞ്ഞാട്ടെ. എന്നതാ പപ്പായി ഇനി എപ്പ കഴിക്കാനാന്നേ? കുഞ്ഞു കഴിച്ചോ? അവളെന്തിയേ? ആ അവള് കഴിച്ച്. നിങ്ങളോ? അവരെല്ലാം കഴിച്ചേച്ച് കിടന്നു, ഞാൻ കഴിച്ചിട്ടില്ല. സാറായി, പോയ കാര്യത്തെപ്പറ്റി നീ എന്നാ ഒന്നും പറയാത്തെ? ഓ കിടക്കാൻ നേരം പറയാന്ന് വിചാരിച്ചാ പറയാനെ. അതോ അവർക്കറിയാം പപ്പായി, ഞങ്ങളെ കണ്ടപ്പോഴേ കരയാൻ തുടങ്ങി. ആ കണ്ണന്തനകാർക്ക് ബന്ധമുള്ള കൊച്ചാ, ചെറിയ പിള്ളേരല്ലേ പപ്പായി. എൻ്റെ കൊച്ചിൻ്റെ നേരെ അവൻ്റെ കയ്യെങ്ങാനം പൊങ്ങിയിരുന്നേ, അതൊന്നും ഞാൻ നോക്കുകയല്ലായിരുന്നു. അറിയാവല്ലോ സാറായി. അത്രയൊന്നും കടന്ന് ചിന്തിക്കേണ്ട ഇച്ചായ. അത് വേണ്ടേ? ഇനി അവൻ്റെ നാക്ക് പൊങ്ങിയേക്കല്ല്. പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് മര്യാദയ്ക്ക് പോയിക്കോണം. എന്നെ കൊണ്ട് പാപം ചെയ്യിക്കല്ലേ. എന്നതാ പപ്പായി, ഞങ്ങളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചെറുക്കന് ഇച്ചിരി വിളച്ചിൽ കൂടുതലായിരുന്നു, അതെന്നെ ഒതുക്കിയിട്ടുണ്ട്. എന്നാ കൊള്ളാം, പഴയ സ്വഭാവം എടുപ്പിക്കല്. പിന്നെ ആശുപത്രി ചെലവ് വേണേ കൊടുത്തേര്, എത്രയാന്ന് വെച്ചാ. തോമയെ ഞാൻ കണ്ടോളാം. അതെന്നാത്തിന് ഇച്ചായ? അതിൻ്റെ അത്രയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അതിനല്ല ഞാൻ പ്രിൻസിപ്പളിനെ പോയി കണ്ടത്. ഇനി തോമാച്ചനോട് ഇച്ചായം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ആ ചെറുക്കന് എവിടെയും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. പിള്ളേരുടെ ഭാവിയല്ലേ ഇച്ചായ, അതുങ്ങൾ ഈ പ്രായത്ത് അങ്ങനെയാണെന്നേ. പിന്നെ പപ്പായി, ബെന്നി കുഞ്ഞായിയെ കണ്ടായിരുന്നേ. വിളിക്കാൻ ചെന്നപ്പോൾ വന്നില്ലെന്ന് എബി പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോയതാണ്. ഞങ്ങൾ ബെന്നിയെ വിളിച്ചായിരുന്നു, അവനാ പറഞ്ഞേ. ആ ഫാം ഹൗസിൽ തന്നെ ഉണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. നാളെ കുഞ്ചാനെ അങ്ങോട്ടങ്ങ് വിട്ടാലോ? എന്നാത്തിന്? പോയ പോലെ അവരെന്നാ തിരിച്ചു വരാൻ അറിയുകയല്ലേ? എന്നതാ പപ്പായി, അവൻ ചുമ്മാ ഒന്നും മാറി നിൽക്കുകയല്ല. കാര്യം എന്നാ തിരക്കാനല്ലയോ? എബിക്കതാണോ പണി? ആന്നോ സാറായി? അല്ല. അപ്പോൾ ഇനി ഈ കാര്യം പറയണ്ട, പോയി ചോറെടുത്ത് വെക്ക്. തന്നെ എടുത്തങ്ങ് തിന്നു. ആഹാ, അങ്ങനാന്നോ? അപ്പൊ നിനക്ക് വേണ്ടേ? എനിക്കൊന്നും വേണ്ട, തന്നെ ഇരുന്ന് തിന്ന്. നിങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ വേണ്ടല്ലോ. അവനല്ലയോ നമ്മളെ വേണ്ടാത്തെ. എൻ്റെ കൊച്ചു കഴിക്കാതെ എങ്ങനെ പപ്പ കഴിക്കുന്നേ? എൻ്റെ സാർ കൊച്ചിങ്ങോട്ട് വന്നേ, ബാ ചോറ് കഴിക്കാം. പപ്പായി സമ്മതിക്ക്, രവി പോയി തിരക്കാൻ. അല്ലാതെ എനിക്ക് വേണ്ട. കഴിച്ചു കഴിഞ്ഞേച്ച് കിടക്കാൻ നേരത്തൊക്കെ ആലോചിക്കാം. ബാ.